ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 9th 10th ഡേയ്സിൽ ഒലിവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാർക്സ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Three congruent circles, each of radius 4 cm, touch each other. 3 സർക്കിൾസ് ഉണ്ട്. ആ 3 സർക്കിൾസും പരസ്പരം അതായത് ഓരോ സർക്കിളും മറ്റു 2 സർക്കിൾസിനെ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. സോ എങ്ങനെ വരും ഫിഗർ? 3 സർക്കിൾസും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവയുടെ എല്ലാം റേഡിയസ് 4 ആണ്. എല്ലാത്തിന്റെ റേഡിയസും 4 ആണ്. ഈ സൈഡും 4 ആണ്. 4 4. സോ എല്ലാം 4 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോർഷൻസിൽ, അതായത് ഇവയ്ക്കിടയിലുള്ള പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗം വരും, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം, മൂന്നും കൂടെ ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തല്ലോ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ 3 സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മതിയല്ലോ, നമുക്ക് ആ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷന്റെ ഏരിയ ലഭിക്കുമല്ലോ. സോ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്. അതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. കാരണം നമ്മൾ സൈഡ്സ് എടുത്തപ്പോൾ പറഞ്ഞു അല്ലെ, റേഡിയസ്. അപ്പോൾ 4 + 4 8. എല്ലാ സൈഡും 8 ആണ്. 3 സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണല്ലോ. സോ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ √3/4 a² ആണ്. അതായത് √3/4 എത്ര വരും? 4 + 4 8² വരും, 64 വരും. അതായത് 4 1s are 4, എത്ര വരും? 16√3 വരും. 16√3 വരും. അത് ഓൾറെഡി 3 ഓപ്ഷൻസിൽ അങ്ങനെ തന്നെയുണ്ട്, ഒരു ഓപ്ഷൻ മാത്രമേ ഇല്ലാത്തുള്ളൂ. സോ നമ്മൾ നെക്സ്റ്റും കൂടെ നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ സെക്ടേഴ്സിന്റെ ഏരിയ. ഈ ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വൺ സെക്ടർ, ഏരിയ ഓഫ് വൺ സെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. θ/360 മൾട്ടിപ്ലൈഡ് വിത്ത് πr². അല്ലെ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, സെയിം സൈഡ് ആണ്. അപ്പൊ അതിന്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ്. സോ 60/360 ഇൻറ്റു പൈ അവിടെ തന്നെ ഇരുന്നോട്ടെ, കാരണം പൈ ക്വസ്റ്റ്യനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പൈ നമ്മൾ വാല്യൂ പുട്ട് ചെയ്യേണ്ട. r² എന്ന് പറയുമ്പോൾ 8² 64 6 വരും. സോ ഇത് എത്ര വരും? 232 വരും, 23 വരും. സോ 32 π/3 വരും. സോറി, r² വാല്യൂ 64 അല്ല കേട്ടോ. r² നമ്മൾ നേരെ ട്രയാങ്കിൾ എടുത്തതാണ് 64 എന്ന് പറയുന്നത്. ഇവിടെ r എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? ഇത് 4 ആണ്. സോ ഇവിടെ വരുമ്പോൾ 60/360 മൾട്ടിപ്ലൈഡ് വിത്ത് പൈ. r എന്ന് പറഞ്ഞാൽ 4² 16 വരും. സോ 6 വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 π/3 എന്ന് വരും. ഇത് ഒരു സെക്ടറിന്റെ ഏരിയ ആണ്. സോ ഏരിയ ഓഫ് 3 സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3 മൾട്ടിപ്ലൈഡ് വിത്ത് 8 π/3, അതാണ് 8 പൈ. സോ ഏരിയ ഓഫ് ദ റിമൈനിങ് എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 16√3യിൽ നിന്നും 8 പൈ മൈനസ് ചെയ്യുന്നതായിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ആ ഒരു വാല്യൂ ഓഫ് cos² 87 പ്ലസ് cos² 84 അപ് ടു cos² 3 വരെയുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇത് ശ്രദ്ധിച്ചാൽ cos² 87 ഉണ്ട്, cos² 3 ഉണ്ട്. ഈ cos² 3യും ഇത് ഓരോരോ പേരുകളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ cos² 3നെ നമുക്ക് എങ്ങനെ എടുക്കാം? cos² 3 എന്ന് പറയുന്നത് sin² 87 ആണല്ലോ, sin 90 മൈനസ് തീറ്റ എന്നുള്ളത്. സോ cos² 87 പ്ലസ് sin² 87 എന്താണ്? 1 ആണ്. സോ നമ്മൾ ഓരോ പേർ എടുത്തു കഴിഞ്ഞാലും എന്താണ്? 1 ആണ് ലഭിക്കുന്നത്. അത്ര ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നോക്കുക, ഇപ്പൊ 3 ഉണ്ട്, 6 ഉണ്ട്, നെക്സ്റ്റ് 9 എവിടെ വരെ വരും? 87 വരും. സോ ഇത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്ര വരും? ഫസ്റ്റ് മനസ്സിലായി, 84/3 പ്ലസ് 1 വരും, അതായത് 29 വരും. അത് 29 ടേംസ് ആണ് ഫുൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോ ടേംസ് എടുക്കുകയാണെങ്കിൽ 29 എന്ന് പറയുമ്പോൾ എത്ര ടേമിന്റെ പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 14 ടേംസ് ഉണ്ടാക്കാം അല്ലെ, ഫസ്റ്റും ലാസ്റ്റും. അതുപോലെ എന്താ സെക്കൻഡും, അതുപോലെ സെക്കൻഡ് ലാസ്റ്റ്. അങ്ങനെ നമുക്ക് എത്ര പേഴ്സ് ഉണ്ടാക്കാം? 14 പേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ എത്രയായിരിക്കും അതിന്റെ എല്ലാം സം എന്ന് പറയുന്നത്? സം എന്ന് പറയുന്നത് എന്തായാലും 14 തന്നെയായിരിക്കും. സോ 14 ആണ്. അത് കൂടാതെ നടുക്ക് വരുന്ന നമ്പർ ഏതാണ് ഇവിടെ? മിഡിൽ നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? അതായത് 15th നമ്പർ എന്ന് പറയുന്നത് cos² 45 ആയിരിക്കും. ആണല്ലോ, അതെന്ന് പറയുന്നത് 1/2 ആയി. സോ ഇതുകൂടെ ആഡ് ചെയ്യുക. സോ 14 പ്ലസ് 1/2 എന്ന് പറയുന്നത് 29/2. ഏതാണ് ഓപ്ഷൻ? എ ആയിരിക്കും കറക്റ്റ് ആൻസർ.
തന്നിരിക്കുന്ന കുറച്ച് ഡിസ്കൗണ്ട് സ്കീംസ് ആണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്. അപ്പം മാക്സിമം ഡിസ്കൗണ്ട് ഏത് സ്കീമിനാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 2 സക്സസീവ് ഡിസ്കൗണ്ട് -15 15 18 എടുത്തു കഴിഞ്ഞാൽ -15 -18 എടുത്താൽ 15 മൾട്ടിപ്ലൈഡ് വിത്ത് 18/100 ചെയ്യുക. സോ ഈസ് ഈക്വൽ ടു -33 പ്ലസ് 5 8s are 4 5 8s are 14 4 വരും 2 വരും 3 വരും 100 വരും. സോ ഇത് -33 പ്ലസ് 3.7 വരും. അതായത് തന്നെ -33.37 എന്ന് വരുമ്പോൾ 3.7 അപ്പം 3 വരും 4 4 9 -29.3 വരും. അത്രയും ഡിസ്കൗണ്ട് ആവും ആദ്യത്തേൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ കൺസിഡർ ഡിസ്കൗണ്ട് ഓഫ് 31%. അത് അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെ ഇരിക്കും. തേർഡ് വൺ എടുത്താൽ ബൈ 8 ഗെറ്റ് 3 ഫ്രീ ആണ്. അപ്പോൾ 3 എണ്ണം ഫ്രീ ആണ്. എത്ര എണ്ണം വാങ്ങിക്കുമ്പോൾ? മൊത്തം 11 എണ്ണം മേടിക്കുമ്പോൾ 3/11 × 100 ചെയ്യുക. സോ 1/11 എന്ന് പറയുന്നത് നമുക്കറിയാം 9.09 ആണ്. അപ്പം 3/11 എന്ന് പറയുന്നത് എന്താ? 27.27. 1/9 മനസ്സിലാക്കിയിരിക്കണം. ഫോർത്ത് വൺ ബൈ 10 ഗെറ്റ് 2 ഫ്രീ. അപ്പം 2/12 × 100 അല്ലെങ്കിൽ 1/6 × 100. സോ 1/100 എന്ന് പറയുന്നത് 1/6 എന്ന് പറയുന്നത് 1/3യുടെ ഹാഫ്. എത്ര വരും? 16.66 അല്ലെങ്കിൽ എത്ര വരും? 16 and 2/3 16.6. സോ ഇതിൽ ഏതായിരിക്കും മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി 31% തന്നെയാണ് മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ പെർസെൻറ്റേജസ് ഓഫ് അരവിന്ദ് ആൻഡ് റീന. അരവിന്ദിന്റെയും റീനയുടെയും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 9:11 റേഷ്യോയിലാണ്. 16 ഇയേഴ്സ് കഴിയുമ്പോൾ അവരുടെ റേഷ്യോ 12:13 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള അരവിന്ദന്റെ പ്രസന്റ് ഏജ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ എന്തായാലും അത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് വെച്ച് നോക്കിയാലും നമുക്ക് എല്ലാം എന്ത് തന്നെയാണ് ഒരു ഫ്രാക്ഷൻ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടുപിടിക്കാൻ പാടാണ്. സോ നമ്മളിത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇവിടെ 9 ഉം 12 ആണ്, 3 ആണ്, ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഇത് 2ഉം 1ഉം ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ വരും? 9:11 റേഷ്യോ വരും. ഇത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 24:26 ഡിഫറൻസ്. സോ ഈ ഡിഫറൻസ് നോക്കുക എത്രയാണ്? 15 ആണ്. സോ ഈ 15 എന്ന് പറയുന്നതായിരിക്കും തന്നിരിക്കുന്ന 16 എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അരവിന്ദന്റെ പെർസെൻറ്റേജ് അത് 9. സോ 16/15 × 9 ആണ് 3335. 48/5 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇതല്ല ഡയറക്റ്റ്ലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 16 ഇയേഴ്സ് ആകുമ്പോൾ 9x 16 അല്ലെങ്കിൽ 11x പ്ലസ് 16 എന്ന് പറയുന്നത് 12/13 ആണ്. ക്രോസ് മൾട്ടി ചെയ്ത 117x plus 6 is 18. 208 is equal to 132 x plus 12 9 1. സോ ഇത് നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 5 2 1 15x എന്ന് പറയുന്നത് 2 8 6 16 വരും. 16 അല്ല 16 വരും. സോ x എന്ന് പറയുന്നത് എത്ര വരും? x എന്ന് പറയുന്നത് 16/15 വരും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടുപിടിക്കേണ്ട ഏതാണ്? 9x ആണ്. സോ 16/15 × 9 ചെയ്യുക. സെയിം സ്റ്റെപ്പിലോട്ട് നമ്മൾ എത്തി എക്സിന്റെ വാല്യൂ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന രണ്ട് റേഷ്യോസിന്റെ കോമ്പൗണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് എക്സിന്റെ വാല്യൂ. സോ തന്നിരിക്കുന്ന നമ്പേഴ്സ് 16:26 അതുപോലെ 10:12 ആണ്. അത് x:39 എന്ന് പറയുന്നതാണ് കോമ്പൗണ്ട് റേഷ്യോ. സോ ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ 16 multiplied with 10 is to 26 multiplied with 12. ഓക്കെ, ഇത് നമ്മളത് ക്യാൻസൽ ചെയ്ത് നോക്കി. ഇത് 4 ആണ്, ഇത് 4 3 ആണ്. ഇത് 40 എത്ര വരും? 40:26 × 3. സോ 20:39 വരും. is equal to x:39. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 20 ആയിരിക്കും. ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ബുക്സ് പബ്ലിഷ്ഡ് ബൈ 2 പബ്ലിക്കേഷൻസ് A and B ആണ് നമുക്ക് തന്നിരിക്കുന്നത് 2014 മുതൽ 2018 വരെയുള്ള വർഷങ്ങളിൽ. അപ്പോൾ ഏത് വർഷമാണ് എയും ബിയും തമ്മിലുള്ള നമ്പർ ഓഫ് ബുക്സിന്റെ ഡിഫറൻസ് എക്സീഡ്സ് 50/20? എക്സീഡ്സ് 50/20 എന്ന് പറഞ്ഞാൽ 50നെ എക്സീഡ്സ് ചെയ്ത് 20 ആണെന്ന് വെച്ചാൽ എത്രയായിരിക്കും ഡിഫറൻസ്? 70 ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ 2000, അതായത് ഓപ്ഷൻസിൽ ഏതൊക്കെ ഇയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ 5 വർഷമുണ്ട്, പക്ഷെ ഇതിനകത്ത് 2016 കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വെറുതെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അത്രയും ടൈം നമ്മൾ എന്ത് ചെയ്താൽ കളയരുത്. സോ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മാത്രമേ ഒന്ന് നോക്കിയാൽ മതി. 2014 ആണെങ്കിൽ 250, 400 ആണെങ്കിൽ 150 ആയിരിക്കും.
350 100 ആണ്. നെക്സ്റ്റ് 2015 ആണെങ്കിൽ 15 ആണ്. 2017 ആണെങ്കിൽ എത്ര വരും? 100 വരും. 2018 ആണെന്നുണ്ടെങ്കിൽ അത് 70 വരും. സോ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. 1/ck മൈനസ് കോസ് എ മൈനസ് കോട്ട് എ കോസ് എ എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂ. സോ 1/ck മൈനസ് കോസ് എ. സോ സീക്കിനെ നമുക്ക് 1/cos എ എന്ന് എടുക്കാം. മൈനസ് കോസ് എ മൈനസ് ഇതിനെ നമുക്ക് കോസ് എ ബൈ സൈൻ എ, അതുപോലെ തന്നെ 1/sin എ ആണ് കൊസിക്ക്, ഈസ് ഈക്വൽ ടു കോസ് എ മേളിൽ വരും, താഴെ എന്ത് വരും? 1 മൈനസ് കോസ് സ്ക്വയർ എ, അതായത് സൈൻ സ്ക്വയർ എ വരും, മൈനസ് കോസ് എ ബൈ സൈൻ സ്ക്വയർ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ കോസ് എ മൈനസ് കോസ് എ എന്ന് തന്നെ വരും. എന്താണ് ആൻസർ? 0 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 0 ആയിരിക്കും. x equal to 12 plus 12 multiplied with 12 plus 6 divided by 3 ആദ്യം ചെയ്യാം 2 is equal to 12 plus 12 multiplied with 14. 12 plus 4 2s are 8, 168, 178, 180. So 180 by y എന്ന് പറയുന്നത് 12 by 5 ആണ്. സോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 12 5 കിട്ടും. സോ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75 ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക? ട്രയാങ്കിളിന്റെ സൈഡ്സ് ആവാൻ ചാൻസ് ഉള്ളത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 10, 20, 30 നമുക്കറിയാം 3 സൈഡ്സ് എ ബി സി തന്നിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അതായത് സം ഓഫ് 2 സൈഡ്സ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കണം. എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി ആണ്, അല്ലെങ്കിൽ ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എ, അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് എടുത്ത് 10 plus 20 30, 30 ഈക്വൽ ടു 30 ആണ്. സോ അത് വരില്ല. 18 plus 22 ഗ്രേറ്റർ ദാൻ 3 കറക്റ്റ് ആണ്. പിന്നെ 18 plus 3 ഗ്രേറ്റർ ദാൻ 22 ആണല്ല, അപ്പോൾ അതും വരത്തില്ല. 14 plus 20 ഗ്രേറ്റർ ദാൻ 6 ആണ്, അത് കറക്റ്റ് ആണ്. 20 plus 6 26 ആണ്, അതും കറക്റ്റ് ആണ്. 14 plus 6 20 ആണ്, 20 ഈക്വൽ ടു 20 ആണ്. സോ അത് വരത്തില്ല. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Sonu, Mohit and Rohit started a running around a circular ground. They can complete one full round of ground in 12 minutes, 15 minutes, അതുപോലെ തന്നെ 8 minutes respectively. Rohit 15 rounds complete ചെയ്യുന്നു. Then how many times during this period all the 3 people would have met the starting point? So 12, 15, 8 ഇതിന്റെ LCM നോക്കിക്കഴിഞ്ഞാൽ 3, 4, 5, 8, 2, 5, 4, 2, 1, 5, 2. So എത്ര വരും? 6 into 2, 12, 12 into 5, 60 into 2, 120 minutes എന്ന് ലഭിക്കും. 120 minutes. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രോഹിത് 50 റൗണ്ട്സ് കംപ്ലീറ്റ്. സോ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ രോഹിത് എടുക്കുന്നത് 12 മിനിറ്റ്സ് ആണ്. സോറി, രോഹിത് എടുക്കുന്ന 8 മിനിറ്റ്സ് ആണ്. 8 മിനിറ്റ്സ് ആണ്. 8 മിനിറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 റൗണ്ട്സ് ആവുമ്പം രോഹിത് എടുക്കുന്നത് എത്രയായിരിക്കും? 15 into 8 120 മിനിറ്റ്സ് ആണ് രോഹിത് എടുക്കുന്നത്. സോ എത്ര തവണ ഈ പീരീഡിൽ 2-3 പേരും സ്റ്റാർട്ടിംഗ് പോയിന്റ് മീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്ത് വരും? നമ്പർ ഓഫ് ടൈംസ് 120 ബൈ എന്തായിരിക്കും? 120 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 1 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 സർക്കിൾസ് ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി അറ്റ് എനി പോയിന്റ് ആർ. 2 സർക്കിൾസ് ഉണ്ട്. ആർ എന്ന പോയിന്റിൽ അവ മീറ്റ് ചെയ്യുന്നു. ഈ പോയിന്റ് ആർ എന്ന് എടുക്കുക. ഇനി ഒരു കോമൺ ടാൻജന്റ് ഉണ്ട്, എം എൻ എന്ന് പറയുന്നൊരു ടാൻജന്റ് ആണ്. ഇത് എം ആണ്, എൻ ആണ്. 2 സർക്കിൾസ് 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. റേഡിയസ് എന്ന് പറയുന്നത് ഒരു റേഡിയസ് 33 തന്നിട്ടുണ്ട്, ഒരു റേഡിയസ് 13 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് എം എൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ഇക്വേഷൻ റൂട്ട് ഓഫ് c1 c2 the whole square minus r1 minus r2 the whole square ആണ്. സോ ഈസ് ഈക്വൽ ടു റേഡിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 33യും പിന്നെ എന്തായിരിക്കും? 13 ആണ്. സോ അത് 33യും 13യും അല്ല, അപ്പോൾ അത് എത്ര വരും? 46 വരും. 46 സ്ക്വയർ മൈനസ് r1 മൈനസ് r2 എന്ന് പറയുമ്പോൾ 20 സ്ക്വയറിന്റെ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 66 മൾട്ടിപ്ലൈഡ് വിത്ത് 26ന്റെ റൂട്ട് ഈസ് ഈക്വൽ ടു 6. അപ്പം 2 into 3 into 11 into 2 into 13 ആണ്. 26നെ നമ്മൾ 2 into 13 എന്ന് എടുത്തു. 2 into 13. സോ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര വരും? 4 സോറി 2 into 4 അല്ല, റൂട്ടിന്റെ വെളിയിൽ എടുക്കുമ്പോൾ അത് 2 ആയി. സോ 2 ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് വരും? 33 into 13 വരും, അല്ലെങ്കിൽ 39 മൾട്ടിപ്ലൈഡ് വിത്ത് 11 വരും, അതായത് 9429. ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ.
നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ കോളേജ് കെ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഇൻ കോളേജ് എം. സോ കെയില് എമ്മില്, സോ എമ്മിൽ എക്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കെയിൽ എത്ര സ്റ്റുഡൻസ് കാണണം? എക്സ് സ്റ്റുഡൻസ് കാണും. ഇനി ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്, കെയിലെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 49 ആണ്, അതുപോലെ എമ്മിൽ 58 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന്, എമ്മിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 75% മോർ ദാൻ ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്. അതായത് എമ്മിന്റെ സ്റ്റുഡൻസ് എന്ന് എക്സ് ആണല്ലോ, എക്സ് എന്ന് പറയുന്നത് 75% മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 7/4 ദാറ്റ് ഓഫ് ടോട്ടൽ എന്നതായിരിക്കും മീനിങ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ കോളേജ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ആവറേജ് ഫുൾ നമുക്ക് ആവറേജ് എത്രയാണെന്ന്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കറിയില്ല. ആവറേജ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടോട്ടൽ എന്ന് മാത്രമല്ല, ടോട്ടൽ ആവറേജ് എന്നും കൂടെ കൊടുക്കുവാണ്. സോ ടോട്ടൽ ആവറേജ് ഈസ് ഈക്വൽ ടു, ടോട്ടൽ എന്ന് പറയുമ്പോൾ മേളത്തേൽ എത്രയായിരിക്കും വരുന്നത്? കെ സ്റ്റുഡൻസ് 49 ആണ്, അതായത് 2x മൾട്ടിപ്ലൈഡ് വിത്ത് 49 ആയിരിക്കും ആദ്യത്തെ സെറ്റിന്റെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് 58 ആയിരിക്കും. താഴെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2x പ്ലസ് എക്സ് 3x ആയിരിക്കും. സോ ടോട്ടൽ ആവറേജ് നമുക്കറിയാം എന്താണ്? എക്സ് ഈക്വൽ ടു 7/4 ടോട്ടൽ ആവറേജ് ആണ്. സോ നമുക്ക് ടോട്ടൽ ആവറേജ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 4x/7 ഈസ് ഈക്വൽ ടു 98x പ്ലസ് 58x/3x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 4x/7 ഈസ് ഈക്വൽ ടു 16 156x/3x എന്ന് വരും. x ക്യാൻസൽ ആയി 52 വരും. സോ എക്സ് എന്ന് പറയുന്നത് 13 × 7 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 91 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ കെ ആണ്. സോ കെയിലെ സ്റ്റുഡൻസിന്റെ എണ്ണം നമ്മൾ 2x എന്നാണ് എടുക്കുന്നത്. സോ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 91 ആവുമ്പോൾ 182 സ്റ്റുഡൻസ് ആയിരിക്കും കെയിൽ ഉണ്ടാവുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. A vessel contain 120 liter mixture of milk and water in the ratio 3:2. മിൽക്ക് വാട്ടർ റേഷ്യോ ആണ്. അതിനുശേഷം വെള്ളം ആഡ് ചെയ്യുന്നു, അപ്പോൾ മിൽക്ക് വാട്ടറിന്റെ റേഷ്യോ 1:1 ആവുകയാണ്. ഓക്കെ, സോ വാട്ടർ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിൽക്കിന്റെ കണ്ടീഷനിൽ ചേഞ്ച് ഇല്ല. സോ നമ്മൾ അതിന് 3:3 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 എന്ന് പറയുന്നതാണ് എക്സ് ലിറ്റർ, അതാണ് നമ്മൾ ആഡ് ചെയ്ത വാട്ടർ, നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ടോട്ടൽ 5 എന്ന് പറയുന്നത് 120 ആണ്. സോ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ലിറ്റർ ആയിരിക്കും. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് 24 കിട്ടി. സോ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, 3x/4. 3x/4 എന്ന് പറയുമ്പോൾ 3 മൾട്ടിപ്ലൈ 24/4 വരും, അത് 18 ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ എ നോക്കി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എക്സിറ്റ് ഈസ് 24 ലെസ് ദാൻ 50 ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി എന്തായിരിക്കും? മിസ്റ്റേക്ക് ആയിരിക്കും. സോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? റോങ് ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. എക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 5% 3 വർഷം, ക്യൂയിലാണെങ്കിൽ 7% 2 വർഷം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ സ്കീം പി ആൻഡ് ക്യൂ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് പി ആൻഡ് ക്യൂ, പിയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% മൾട്ടിപ്ലൈഡ് വിത്ത് 3 years. നെക്സ്റ്റ് 7% മൾട്ടിപ്ലൈഡ് വിത്ത് 2 years. സോ എത്ര വരും? 15:14 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ബസ് 48 കിലോമീറ്റർ 18 മിനിറ്റ്സിൽ കവർ ചെയ്യുന്നു. സോ സ്പീഡ് ഓഫ് ദ ബസ് എന്ന് പറയുന്നത് 48/18 ആണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? സ്പീഡ് റെഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ സ്പീഡ് എന്ത് സംഭവിക്കും? റെഡ്യൂസ്ഡ് ബൈ 25%, അതായത് 48/18 1/4 കുറഞ്ഞു, അതായത് 3/4 ആയിരിക്കും. സോ ഇത് 6 ആയി, 4 12 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സ്പീഡ് ആയിരിക്കും പിന്നെ ഉണ്ടായിരിക്കുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ. സോ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് 72, 72/12 എന്ന് പറയുന്നത് 6. സോറി, ഇവിടെ 12 അല്ല 2 ആണ്. 6 2 ആണ്. അപ്പോൾ 2 ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായി? 2 ആയി. സോ 36 മിനിറ്റ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത്. ഇവിടെ 48/18, ഇവിടെ 12/6 ആണ്. 6 എന്താണ്? 2 ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ നമ്പർ എക്സ്, ആ നമ്പർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സിന് എക്സാമ്പിൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 2 × 3 × 4 എന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ നമ്പർ നോക്കുക 3 × 4 × 5 എന്ന് എടുക്കുക. ഏതെങ്കിലും 3 നമ്പേഴ്സ് അടുപ്പിച്ചടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ എടുക്കുകയാണ്. അപ്പം അതാണ് എക്സ് എന്ന് പറയുന്ന നമ്പർ. അതിൽ m = n+x ആണ്. n ഓഡ് നമ്പർ ആണ് തന്നിട്ടുണ്ട് എങ്കിൽ എമ്മിന് വരാൻ പറ്റുന്ന വാല്യൂ ഈവൻ ആണോ, ഓഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം.
ഒരു ഈവൻ നമ്പർ മൾട്ടിപ്ലൈഡ് വിത്ത് ഈവൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ. ഇപ്പോൾ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 4 8 ആണ് ഈവൻ നമ്പർ. ഓഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ഓഡ് എന്ന് പറയുന്നത് 3 ഇൻറ്റു മൾട്ടിപ്ലൈഡ് വിത്ത് 5 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. ഇനി ഈവൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഓഡ് അല്ലെങ്കിൽ ഓഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ഈവൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ഈവൻ ആയിരിക്കും. ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കാം. സോ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3, ഒന്ന് ഓഡ് ഒന്ന് ഈവൻ ആണ്. അപ്പോൾ ഓഡ് ഈവനോട് വരുമ്പോൾ ഈവൻ ആണ്. ഈവൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഈവൻ എന്ന് പറയുമ്പോൾ ഇത് എന്താ വാല്യൂ ആയി? ആദ്യത്തേത് ഈവൻ വാല്യൂ ആണല്ലോ. നെക്സ്റ്റ് 3 മൾട്ടിപ്ലൈഡ് വിത്ത് 4, അതൊന്ന് ഓടാണോ ഒന്ന് ഈവൻ ആണ്. അപ്പോൾ എന്ത് വരും? സംഭവിക്കും ഈവൻ ആണ്. അപ്പോൾ ഈവൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഓഡ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈവൻ നമ്പർ ആണ്. സോ അതൊരു ഈവൻ നമ്പർ ആണെന്ന് ഉറപ്പിച്ചല്ലോ. സോ m ഈസ് ഈക്വൽ ടു n പ്ലസ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണ്, n എന്ന് പറയുന്നത് ഓടാണ്. സോ ഓഡ് പ്ലസ് ഈവൻ, ഓഡ് പ്ലസ് ഈവൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. 2 പ്ലസ് 3 5 ഒരു ഓടാണ്. സോ ഈ വാല്യൂ എന്തായിരിക്കും? ഒരു ഓഡ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂ നോക്കിക്കോ. 4 പ്ലസ് 1 5 ഓഡ് നമ്പർ ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ബേസ് ഏരിയ ഓഫ് എ കോൺ തന്നിട്ടുണ്ട്, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് കോണും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന വോളിയം ഓഫ് കോൺ കണ്ടുപിടിക്കണം. സോ വോളിയം ഓഫ് കോണിന്റെ ഇക്വേഷൻ 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതിൽ ബേസ് ഏരിയ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ മറ്റും തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ പൈ ആർ എൽ ഇസ് ഈക്വൽ ടു 22/7 ആർ എൽ എന്ന് പറയുന്നത് 704 ആണ്. 704 ആണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇത് 11 മൾട്ടിപ്പിൾ ആണ്. നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. 66 വരും, 4 വരും, 232 വരും. സോ ആർ എൽ എന്ന് പറയുന്നത് 32 മൾട്ടിപ്ലൈഡ് വിത്ത് 7 വരും ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബേസ് ഏരിയ ഓഫ് എ കോൺ, അത് പൈ ആർ സ്ക്വയർ ആണ് ബേസ് ഏരിയ എന്ന് പറയുന്നത്. സോ 22/7 ആർ സ്ക്വയർ എന്ന് പറയുന്നത് 32/7, സോറി 32/7 88 എന്നല്ല തന്നിരിക്കുന്നത്, 88 തന്നിരിക്കുന്നത്. അതായത് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28 ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2√7 ആയിരിക്കും. സോ ആറും കിട്ടി. ഇനി എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 32 മൾട്ടിപ്ലൈഡ് 7/2√7 ആണ്. അതായത് 16√7 ആണ് എൽ. ആറ് കിട്ടി, എല്ല് കിട്ടി. അപ്പം നമുക്കറിയാം എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണല്ലോ. സോ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ നോക്കുക. അല്ല, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ റൂട്ട് തന്നെ എടുക്കാം. റൂട്ട് എടുക്കുവാണെങ്കിൽ റൂട്ട് ഓഫ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് 16√7 ദ ഹോൾ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് 28 എന്ന് എടുക്കേണ്ട, 2√7 തന്നെ എടുക്കാം. കാരണം നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം √7 നമുക്ക് √7 രണ്ടിടത്ത് വരുന്നുണ്ട്. സോ 7 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 7 16 സ്ക്വയർ 256 മൈനസ് 4 252 വരും. 256 മൈനസ് 4 252 വരും. സോ നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 7 ഇൻറ്റു 7 3s 21 4 വരും, 21 7 6 വരും. സോ നമുക്ക് എച്ച് എത്ര കിട്ടും? എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 മൾട്ടിപ്ലൈഡ് വിത്ത് 6 ആയിരിക്കും, അതായത് 42 ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഇത് ഡയറക്റ്റ്ലി ഇനി എന്ത് ചെയ്യാൻ പറ്റും? 1/3 ഇൻറ്റു ബേസ് ഏരിയ 88, അതുപോലെ തന്നെ ഹൈറ്റ് 42 ആണ്. സോ ഇത് 14 വരും. ഇതിനെ 14 ഇൻറ്റു 8 ഇൻറ്റു 11 എടുക്കാം. അതായത് 112 മൾട്ടിപ്ലൈഡ് വിത്ത് 11 2 3 2 1. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. രമേശ് ആൻഡ് ജഗൻ ആർ വർക്കിംഗ് ഓൺ എ സ്പെഷ്യൽ അസൈൻമെന്റ്. രമേശിന് 6 മണിക്കൂർ വേണം 32 പേജ് ടൈപ്പ് ചെയ്യാൻ. ജഗന് 5 മണിക്കൂർ വേണം 40 പേജ് ടൈപ്പ് ചെയ്യാൻ. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, 2 ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിൽ. അങ്ങനെയാണെങ്കിൽ 110 പേജ് അസൈൻമെന്റ് ടൈപ്പ് ചെയ്യാൻ അവരെടുക്കുന്ന സമയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ രമേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 6 hours കൊണ്ട് 32 pages ആണ്. 32 pages ആണ്. സോ 110 പേജസിനായിട്ട് എത്രയായിരിക്കും എടുക്കുന്നത്? 6/32 ഇൻറ്റു 110 പേജസ് ആയിരിക്കുമല്ലോ. സോ അതുപോലെ തന്നെ നമ്മൾ ജഗനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ജഗൻ 5 hour കൊണ്ട് 40 പേജസ് ആണ്. സോ 110 ആണെങ്കിൽ 5/40 മൾട്ടിപ്ലൈഡ് വിത്ത് 110 പേജസ് ആണല്ലോ, അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. സോ 6/32 110, അതുപോലെ തന്നെ 5/40 മൾട്ടിപ്ലൈഡ് 110. രമേശ് ആണ്, മറ്റേത് ജഗനാണ്. സോ നമുക്ക് ഇവരുടെ LCM എടുക്കുകയാണെങ്കിൽ 110 ഇൻറ്റു 30 വരും, 30 വരും. സോ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ 110 30 32/110 30 32/110
ഇൻറ്റു 6 വരും, 5 വരും. എത്ര വരും? 110 വരും. അല്ല 110 അല്ല, സോറി 5 വരും. ഇത് 5 അല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അത് 160 ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ആൾ എടുക്കുവാണെങ്കിൽ 1110 30 എടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി 40 ബൈ 5 ഇൻറ്റു 110 എടുത്തു കഴിഞ്ഞാൽ 6 240 വരും. 240. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ടൈം നീഡഡ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ 110 മൾട്ടിപ്ലൈ 30 ബൈ 160 പ്ലസ് 240 എന്ന് പറയുമ്പോൾ 400 വരും. സോ 33 ബൈ 4 വരും, അല്ലെങ്കിൽ 8 and 1 by 4. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അത്ര അവേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് HCF LCM തന്നിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF ആയിരിക്കും. അതായത് 2/x മൾട്ടിപ്ലൈഡ് വിത്ത് 5xy. സോ എത്ര വരും? 10y. x ക്യാൻസൽ ആവുമല്ലോ. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Let x be the least number divisible by 18, 24, 27, 36 and 40. x ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ആ ഒരു x 110 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? സോ നമ്മൾ 18 എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 9 into 2 അല്ലേ, 3 square into 2 എന്ന് എടുക്കാം. 24 ആണെങ്കിൽ 3 into 8 2 ക്യൂബ് എന്ന് എടുക്കാം. നെക്സ്റ്റ് 27 ആണെങ്കിൽ 3 ക്യൂബ്. 36 ആണെങ്കിൽ 3 into 12 ആണ്, അല്ലെങ്കിൽ 4 into 9 2 square മൾട്ടിപ്ലൈഡ് വിത്ത് 3 square. 40 ആണെങ്കിൽ 5 into 4 2 square. സോ ഇവയുടെ LCM എടുക്കുവാണെങ്കിൽ LCM 3യുടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 2 എടുക്കാം ആദ്യമേ. 2 സ്ക്വയർ ആണ് വലുത് അല്ലേ, അല്ല 2 ക്യൂബ് ഉണ്ട്. അതുപോലെ 3 ആണെങ്കിൽ 3 ക്യൂബും ഉണ്ട്. സോ ഇത് 8 into 3 ക്യൂബ് എന്ന 27 6 56 5 196. അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു 5 ഉണ്ടല്ലോ. 6 5 33 980. ഇവിടെ തെറ്റിപ്പോയല്ലോ. 27 into 8 196 അല്ല. 27 into 8 എന്ന് പറയുമ്പോൾ 8 6 are 5 വരും. 5 16 2 1 6 into 5 വരും. 1080 ആയിരിക്കും ഇവരുടെ LCM. നമ്മളോട് പറയുന്ന x എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞു. സോ നമുക്ക് അവിടെ LCM നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. സോ ഇത് പെർഫെക്റ്റ്, അതായത് 1080 പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ 1080നെ നമുക്ക് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് ആണല്ലോ. സോ ഇതിനെ ഇവിടെ ഒരു മൾട്ടിപ്ലൈ വിത്ത് 5 ഉണ്ട്. ഇവിടെ ഒരു 5 ഉണ്ട്. സോ 2 ക്യൂബ് മൾട്ടിപ്ലൈ വിത്ത് 3 ക്യൂബ് മൾട്ടിപ്ലൈ വിത്ത് 5നെ നമുക്ക് അതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ 2 ക്യൂബ് വന്നിട്ട് കാര്യമില്ല, 2 raised to ഈവൻ പവർ വരണം. സോ അവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2ന്റെ കാര്യം എന്താണ്, അത് ഏകദേശം പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. 3 എടുത്ത് അവിടെ 3 ക്യൂബ് ആണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ. 5 ഒന്നേ ഉള്ളൂ, 5 നമുക്ക് വീണ്ടും 1 വേണം. സോ അതെന്താണ്? 6 into 5 അതായത് 30. സോ 1080നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? പെർഫെക്റ്റ് സ്ക്വയർ ആയി. സോ അത് എത്ര വരും? 32400. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ, അതല്ല ആൻസർ വരുന്നത്, ഇതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 110 വെച്ച് ഡിവൈഡ് ചെയ്യണം. 32400നെ 110 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇത് വരത്തില്ല. 3 വരുമോ? 2 വരത്തും. 3 വരത്തില്ല. 4 വരും, 0 1 0 വരും, 9 വരും, 990 വരും, 5 വരും, 4 വരും, 440 വരും. എത്രയായിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത്? 60 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ LCM കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളോട് LCM എന്നുള്ള ഫാക്ടറാണ് ചോദിച്ചത്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. നമുക്കറിയാം നമുക്ക് കിട്ടിയ LCM 1080 ആണ്. അത് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 ആണ് കിട്ടുന്നത്. ക്യൂബ് ഫാക്ടർ വന്നാൽ അത് ഒരിക്കലും എന്താ പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അപ്പോൾ 2 raised to 4 വരണം അല്ലേ. അപ്പോൾ ആ 4 വരണേ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഒന്നുകൂടെ. 3 ക്യൂബ് ആയതുകൊണ്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഒന്നേ ഉള്ളൂ. 5 എന്താണ്? ഒന്നും കൂടെ ആവണം. അപ്പം 5 വീണ്ടും ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് പറയുന്ന 30 എന്ന് പറയുന്ന ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താലേ ഉള്ളൂ 1080 എന്ന് പറയുന്നത് എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 12 men can complete a work in 12 days. So 12 menന് 10 ദിവസം ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ, അതേ ജോലി 15 ബോയ്സിന് 8 days. സോ എഫിഷ്യൻസി ബോയ്സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15 into 8 by 12 multiplied with 10. സോ നോക്കുകയാണെങ്കിൽ 5 3 5 2 3 4 is equal to 1:1. 1:1 ratio ആണ്.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് വിൽ 4 men and 8 boys, 4 men plus 8 boys, അതായത് 12 men 10 days ആണ്. അപ്പൊ 12 men എഫിഷ്യൻസി 10, ഇത്രയും ടോട്ടൽ വർക്ക് 4 men plus 8 b എന്ന് പറയുമ്പോൾ 12, 10 days. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് 2a plus 1 by 7b 1 ആണ് തന്നിട്ടുണ്ട്, 7b plus 1 by 12c 1 ആണ് തന്നിട്ടുണ്ട്, അങ്ങനെ 12c plus 1 by 2a കണ്ടുപിടിക്കുക. അപ്പം 2a plus 1 by 7b 1 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 1 by 2a, ഇപ്പൊ 2a എടുത്തു കഴിഞ്ഞാൽ 1 minus 1 by 7b അല്ലെങ്കിൽ 7b minus 1 by 7b എന്ന് എടുക്കാം. 1 by 2a എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7b minus 7b minus 1 എന്ന് തന്നെ നമുക്ക് എടുക്കാം. അത് നോട്ട് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് 7b plus 1 by 12c എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 1 by 12c എന്ന് പറയുന്നത് 1 minus 7b ആണ്. അതല്ലെങ്കിൽ 12c എന്ന് പറയുന്നത് 1 by 1 minus 7b ആയിരിക്കുമല്ലോ. ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 12c, തന്നിരിക്കുന്ന 12c plus 1 by 2a. ഇപ്പൊ 12c എന്ന് പറഞ്ഞാൽ 1 by 1 minus 7b plus 7b by 7b minus 1. സോ നമ്മൾ എന്താണ് സെക്കൻഡ് നമുക്ക് എന്താക്കണം? 7b minus 1 അതിന് നമുക്ക് 1 minus 7b ആക്കണം, മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ 1 minus 7b വരും, 1 minus 7b വരും. സോ ഇതെന്തായിരിക്കും? 1 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. DA ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഇമ്പോർട്ടഡ് ഫ്രം പോർട്ട് ടി. പോർട്ട് ടി അതുപോലെ തന്നെ പോർട്ട് ആർ. പോർട്ട് ടിയിലാണെങ്കിൽ 16% ആണ്, ആറിലാണെന്നുണ്ടെങ്കിൽ 18% ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 18നേക്കാളും എത്രമാത്രം 16 കുറവാണ് എന്ന് പറയുമ്പോൾ 2 by 18 into 100, അതായത് 1 by 9 into 100. 1 by 9 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 11 and 1 by 9 അല്ലെങ്കിൽ 11.11. 11 and 1 by 9 ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. P travel 60% of journey at speed of 75. അപ്പോൾ നമുക്ക് ജേർണി ഫുൾ ജേർണിന് നമുക്ക് ഒരു 100 കിലോമീറ്റർ എടുക്കാം. നമുക്ക് ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. സോ ആവറേജ് സ്പീഡിന് നമുക്ക് 62.5നെ 625/10 എന്ന് എടുക്കുക. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 എന്ന് എടുത്തു അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. താഴെ എന്ത് വരും? ടോട്ടൽ ടൈം ആണ്. സോ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ആദ്യമേ 60 ഡിസ്റ്റൻസ് എത്ര സ്പീഡ്? 75. നെക്സ്റ്റ് 40 ഡിസ്റ്റൻസ് v എന്ന സ്പീഡിൽ ആണല്ലോ. നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 520 വരും. ഇവിടെ ആണെങ്കിൽ 5 വന്നാൽ 5 വരും, 2 വരും, പിന്നെ ഒരു 5 വരും, പിന്നെ ഒരു 4 വരും. സോ നമ്മൾ 5 മൾട്ടിപ്ലൈഡ് വിത്ത് 540 by v വരും is equal to 8 വരും. is equal to 8 വരും. which implies 5 into 3 4 by 5 plus 14 by v എന്ന് പറയുന്നത് 8 ആണ്. സോ 4 plus 200 by v എന്ന് പറയുന്നത് 8 ആയിരിക്കും. 200 by v എന്ന് പറയുന്നത് 4 ആയിരിക്കും. which implies v എന്ന് പറയുന്നത് 50 km/h ആയിരിക്കും. ഓപ്ഷൻ ഏതാണ്? സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് cosec square raised to 4നെ നമുക്ക് cosec square a the whole square minus cot square a the whole square plus 1 എന്ന് എടുക്കാം. സോ വീണ്ടും a square minus b square ആയി. അപ്പം cosec square a plus cot square a plus b into നെക്സ്റ്റ് എന്ത് വരും? cosec square a minus cot square a plus 1 എന്ന് എടുക്കാം. സോ 1 plus cot square എന്ന് പറയുന്നത് cosec square ആണ്. സോ cosec square minus cot square a എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത് cosec square a plus cot square a plus 1 എന്ന് വരുമല്ലോ. സോ നെക്സ്റ്റ് പോയിന്റിൽ 1 plus cot square a എന്ന് പറയുന്നത് cosec square ആണ്. സോ 2 cosec square a എന്ന് പറഞ്ഞു. പിന്നെ ക്വസ്റ്റ്യന്റെ ബാക്കിയുള്ള sin square a ആണ്. sin square. സോ cosec square a എന്ന് പറഞ്ഞാൽ 1 by sin square a ആണ്. മൾട്ടിപ്ലൈഡ് വിത്ത് sin square a ആണ്. ഈസ് ഈക്വൽ ടു എത്ര വരും? രണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആൻസർ 2 വരും. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി.